ഔസേപ്പ് സാറിൻ്റെ രസമുള്ളൊരു സംഭവമാണ് ഒരു വാക്ക് മിണ്ടാതെ എന്നുള്ള പാട്ടില്ലേ. അത് ഭയങ്കര രസമുള്ളതാണ്. നമ്മൾ അത് ചിലർക്ക് ഇഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ അത് അഡിക്റ്റായി പോവും. എനിക്ക് വേറൊരു പാട്ടിനെ കുറിച്ച് കൂടെ സംസാരിക്കാനുണ്ട്. യവന കഥയിൽ നിന്ന് വന്ന ഇടയ കന്യക എന്ന് പറയുന്ന പാട്ട്. അതും ഒരു വേറിട്ടൊരു കോമ്പോസിഷനായി തോന്നിയിട്ടുണ്ട്. ആ പാട്ടുകളെ കുറിച്ചുകൂടെ പറയുമോ? ഇത് രണ്ട് പാട്ടിനെ പറ്റി പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതെങ്ങനെ ചുരുക്കി പറയണമെന്ന് എനിക്കറിയില്ല. യവന കഥയിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങള് മിക്കവാറും കമ്പോസിഷന് ഇപ്പൊ ഞങ്ങൾ ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര അടുപ്പമുള്ള ആൾക്കാരെന്നാണ് എല്ലാവരുടെയും തെറ്റിദ്ധാരണ. അതിനേക്കാൾ അപ്പുറം തമ്മിത്തല്ലി തെറി വിളിച്ച് വഴക്കിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ അന്ന എന്ന് പറയുന്ന ആ പടം ഷൂട്ട് നടന്നില്ല, പക്ഷെ കമ്പോസിഷൻ എല്ലാ പാട്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള പാട്ട്. അപ്പം അങ്ങനെ അതിൻ്റെ കമ്പോസിഷൻ ഓരോ പാട്ടുകൾ അരയാലിലകൾ അഷ്ടപതി പാടും, ദെൻ ആർദ്രമായ നിമിഷം, ഇങ്ങനെ ഓരോ പാട്ടുകൾ ഉണ്ടാക്കി ഒരു പാട്ട്, ഒരു ലവ് സോങ് മാത്രമാണ് അവസാനത്തെ കമ്പോസിഷനായിട്ട് വർത്തിച്ചത്. അപ്പോൾ ഓരോ ദിവസവും അന്ന് ജോർജ് സാറിൻ്റെ ഒരു തെലുങ്ക് പടത്തിന്റെ ഷൂട്ടിംഗ് മദ്രാസിൽ നടക്കുകയാണ്. അപ്പൊ ഷൂട്ടിംഗ് കഴിഞ്ഞ് റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ ജോർജ് സാറ് പാട്ട് കേൾക്കാൻ വേണ്ടി വരും. മിക്കവാറും ജയന വിൻസെന്റ് അങ്ങനെ ഒരു ഗ്രൂപ്പും കൂടി ഉണ്ടാവും, നമ്മുടെ സ്ഥിരം ടീം. അപ്പൊ ഇവർ വന്ന് ഓരോ പാട്ടും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ ഞങ്ങൾക്കും ഭയങ്കര ത്രില്ലാണ്. ഇത് കാരണം വെച്ചാല് എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻ മോഹൻ എന്ന് പറയുന്ന റൈറ്ററുടെ സബ്ജക്റ്റാണ്. അതുകൊണ്ടിട്ട് ലിറ്റററി വാല്യൂ ഉള്ളതായത് കൊണ്ടിട്ട് നമുക്ക് എഴുത്ത് ഭയങ്കര ഈസിയായി. ഒപ്പം തന്നെ അതിൻ്റെ അകത്തൊരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ മോഹൻ സാർ അദ്ദേഹത്തിന് ഒരേ ഒരു റിക്വസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ സബ്ജക്റ്റ് കൊടുക്കുമ്പോൾ, ഇത് ഓയിനി സാർ എഴുതണം. പക്ഷെ ജോർജ് സാർ ആദ്യം തന്നെ അത് കട്ട് ചെയ്തു. പാട്ട് ആരെഴുതണമെന്ന് ഞാൻ നിശ്ചയിച്ചോളാം എന്നുള്ളൊരു ഇതിൻ്റെ അകത്ത് ഞാൻ എഴുതിയാൽ മതി എന്നുള്ള. അപ്പം ഞാൻ ഓയിനി സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ സാർ എഴുതിക്കോട്ടെ എന്നല്ലേ ഞാൻ പറയുള്ളൂ. കാരണം ആ തർവത്തിൽ ഞാൻ തന്നെ സാറിനെ വിളിച്ചിട്ട് പാട്ട് എഴുതിച്ച മനുഷ്യനാണ്. അപ്പോൾ അത് വേണ്ട, നീ എഴുതിയാൽ മതി. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിനി സാറിന് വേണം എന്ന് പറയുന്നത് എൻ്റെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വാളിറ്റി വേണം എന്നുള്ള ധാരണ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടിട്ടായിരിക്കും. എന്തായാലും ഓൻ സാറിന്റെ ക്വാളിറ്റി എന്തായാലും എൻ്റെ എഴുത്തിനുണ്ടാവില്ല എന്ന് കൃത്യമായിട്ട് ധാരണ നോക്കുന്നുണ്ട്. ഇപ്പൊ അതൊരു വലിയ ചലഞ്ചായി. അങ്ങനെ ഇതിന്റെ കമ്പോസിങ് തുടങ്ങി. ഓരോ ദിവസവും ഓരോ പാട്ടിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ രാത്രി ഓരോ ഇരുന്ന് കേട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും, കൈ തരുന്നു. എഴുത്ത് ഓരോന്നിന്റെ എഴുത്ത് ഡിഫറെൻ്റ് ആണെന്നുള്ള. അപ്പൊ ഞാനും പല പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ ആർദ്രമായ നിമിഷം, പ്രേമാർദ്രമായ നിമിഷം, മരാള മാനസ മിഥുനങ്ങൾ, മനസ്സറിയിച്ച നിശേധിനിയിൽ, മരാള മാനസ മിഥുനങ്ങൾ മനസ്സറിയിച്ച നിശേധിനിയിൽ, അരികിൽ വന്ന് കളിച്ചിരി ചൊല്ലി കുളിരണിയിച്ച നിലാവേ നീയും പാഴ്മണ്ണിൽ വീണോ. അതിപ്പോ ഞാൻ ഈ ഇച്ച ഇങ്ങനെ ഉപയോഗിച്ചിട്ട് ഞാൻ പറഞ്ഞത് ഭാസ്കരൻ മാഷിനുള്ള ട്രിബ്യൂട്ടാണ്. മാഷാണല്ലോ ഇങ്ങനെയുള്ള നാടൻ പ്രയോഗത്തിനൊക്കെ. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഇതായിട്ട് ഞാനും ഭയങ്കര ത്രില്ലിലാണ്. നമുക്കിങ്ങനെ ഒരു ഓപ്പൺ ചാൻസ് കിട്ടുക, 5-6 പാട്ടുകൾ, ടോട്ടലി മ്യൂസിക് സബ്ജക്റ്റ്, അതിന്റെ ത്രില്ലിലാണ്. അങ്ങനെ അവസാനം ലവ് സോങ്ങിന്റെ കമ്പോസിഷൻ വന്നു. ഔസേപ്പ് ഒരു അടിപൊളി ട്യൂൺ ഇടുന്നു. ട്യൂൺ കേട്ട ഉടനെ ഞാൻ എൻ്റെ ലിറിക്സ് എഴുതുന്നു. കറുകപ്പുൽമേട്ടിലെ ഇടയപ്പെൺകൊടിയെ അഹ മലർ വാകച്ചുവട്ടിൽ മഴ നനഞ്ഞു നിന്നവളെ. അത് നല്ല പഞ്ച്, അസാമാന്യ പഞ്ചുള്ള മ്യൂസിക്കും എന്ന മെലഡിയുണ്ട്. എഴുത്തെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അപ്പുറം അതിനോട് മർജായിട്ട് നിൽക്കുന്നു. അഹാ എന്നൊക്കെ ഉള്ളത് അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുക. പാട്ട് കേട്ട് എല്ലാവർക്കും ഇഷ്ടമായി, ഗംഭീരായി കൈയെടുത്ത്. ഞാനിങ്ങനെ താടിക്ക് കൊടുത്തിരിക്കുക. അപ്പൊ അന്ന് ഞങ്ങൾക്കൊന്ന് എയർപോർട്ടിൽ പോകണമായിരുന്നു. മമ്മൂട്ടി അന്ന് അമേരിക്കക്ക് പോകുന്ന ദിവസമായിരുന്നു. അപ്പൊ മമ്മൂക്കെ യാത്ര അയച്ചിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഇയാൾ ചോദിച്ചു, എന്താണ് തനിക്കൊരു സന്തോഷമില്ലാത്തത്? അപ്പോൾ കമ്പോസിങ് തീരുന്ന ദിവസം എല്ലാം വർക്കും തീർന്നതിൻ്റെ പ്രമാണിച്ച് ഒരു ഫുൾ ബോട്ടിൽ വിസ്കി വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. റോയൽ സല്യൂട്ടാ.
റോയൽ ചലഞ്ച് എന്ന് എന്തോ പറയുന്നു, മദ്രാസിൽ കിട്ടുന്ന അന്നത്തെ ഏറ്റവും നല്ല വിസ്കി ഒരെണ്ണം വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്, സോഡ എല്ലാം റെഡിയാക്കി വെച്ചാൽ വന്ന് അടിച്ച് തകർക്കാൻ വേണ്ടിയിട്ട്. എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും കളിച്ചു, താൻ എന്താണ് ഒരു ഹാപ്പി അല്ലാത്തത്? ഞാൻ പറഞ്ഞോ, ആ സിറ്റുവേഷൻ ആ പാട്ട് ചേരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ചേരുന്നില്ലേ എടോ? അത് ഒരു ലവ് സോങ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്തൊരു സെക്സിൻ്റെ ടിഞ്ച് വന്നിട്ടില്ലേ? സെക്സ് ഈ കറുകപ്പുൽമേട്ടിലെ ഇടയ പെൺകൊടി ആ മലർവാകച്ചുവട്ടിൽ മഴ നനഞ്ഞു നിന്നവളെ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽ വരണത് തന്നെ ഒരു പെണ്ണിൻ്റെ ശരീരത്ത് ഒട്ടി നിൽക്കുന്ന ഡ്രസ്സും അതിനൊരു ഈറോട്ടിക് ടച്ച് ഉണ്ടോ അതിന്. അതിൽ ഈ ടോട്ടൽ ഫിലിമിൽ ഒരു സ്ഥലത്ത് പോലും ഈ ഹീറോ ക്യാരക്ടർ ഇവളൊന്ന് ടച്ച് ചെയ്യുന്ന പോലും ഇല്ല. അപ്പം അത്രമാത്രം ഒരു പരിശുദ്ധമായിട്ടുള്ളൊരു പാട്ടാണ് അവിടെ വേണ്ടത്. പക്ഷെ നമ്മളുണ്ടാക്കിയത് ഒരു ഈറോട്ടിക് സോങ് ആണ്. അപ്പം ഇയാൾ പറഞ്ഞു അത് തൻ്റെ എഴുത്തിലല്ലേ? ഞാൻ പറഞ്ഞത് ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ ട്യൂണിലുണ്ടെന്ന് അർത്ഥം. അപ്പം ഇയാള് ഉടനെ അയാൾ ട്രാക്ക് മാറ്റി. അയാൾ പറഞ്ഞു എല്ലാ പ്രേമവും അതൊക്കെ തന്നെയാണ്, അത് വേണ്ട, അല്ലാത്ത പ്രണയമുണ്ട് എന്നാൽ താൻ ഒരു പാട്ട് പറയും. അപ്പം ഞാൻ പറഞ്ഞു ഏകാന്ത സന്ധ്യകളിൽ നിന്നെ ഓർത്ത് ഞാൻ കരഞ്ഞു, ഏഴിലം പാലപൂത്തു ഉമരങ്ങൾ കൊടപിടിച്ച്. അല്ല എവിടെയാണോ ഈറോട്ടിക് ഇതുള്ളത്? ഇയാള് ഉത്തരം മുട്ടി. ഉടനെ ആള് വന്ന് ആ പന്നപ്പാട്ടാണ് താൻ ഇത്ര വലിയ കാര്യമായിട്ട് പറയണോ? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് അത് പന്നപ്പാട്ടായിട്ടൊന്നും ധരിച്ചിട്ടൊന്നും അല്ല, തർക്കം വിജയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. എൻ്റെ അടുത്ത് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടിട്ട് എനിക്കിതോട് കേട്ടോടുകൂടി എൻ്റെ കൺട്രോൾ കംപ്ലീറ്റ് പോയി. പിന്നെ പച്ചത്തെറി വിളിയായി. അപ്പൊ ഞാൻ പറഞ്ഞു എടോ നല്ലതിന് നല്ലതാണെന്ന് അംഗീകരിക്കാൻ പഠിക്കുക. നമുക്ക് പറഞ്ഞു എനിക്കറിയാവുന്നത് അറിയാൻ പാടില്ലാത്ത സകല തെറിയും വിളിക്കുന്നു. എന്തിന്? അവസാനം ഹൗസിൽ പോകുന്നു വണ്ടി നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഡ്രൈവറെ തെറി വിളിച്ച് വണ്ടി നിർത്തി വഴിയിലിറങ്ങിപ്പോയി. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ആയിക്കഴിഞ്ഞപ്പോൾ രണ്ടടിയും കൂടി കൊടുക്കണമായിരുന്നു എന്നുള്ള ഒരു എനിക്കങ്ങ് എൻ്റെ ദേഷ്യവും ഇതൊന്നും കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല. ആ കലി കംപ്ലീറ്റ് വന്ന ആ കുപ്പിയുടെ മുകളിൽ തീർത്തു. ഒരു ഫുൾ ബോട്ടില് വിസ്കി ആ രാത്രി ഞാൻ ഒറ്റക്കടിച്ച് തീർക്കുന്നു. അവസാനം എനിക്ക് നേരെ കിടക്കാൻ പോലും വയ്യ. ബെഡിൽ കിടന്നിട്ട് ഞാൻ വഞ്ചിയായിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് എപ്പോഴോ ഒരു ബോധമില്ലാതെ ആട്ടമൊക്കെ നിന്ന് ബോധമില്ലാതെ അവിടെ കിടന്നുറങ്ങി. എപ്പോഴും ഫോൺ അടിക്കുന്നു. ഞാനിങ്ങനെ കണ്ണൊന്നും തുറക്കാതെ ഫോൺ എടുക്കുമ്പോൾ അപ്പം ഹലോ ഹൗസേ പാടുന്നു. എന്താണോ? അതെ ഞാനൊരു ട്യൂണിട്ടിട്ടുണ്ട് പാടട്ടെ എന്ന്. അപ്പുറത്തുനിന്ന് ഞാൻ ബോധം ഇപ്പോഴും കെട്ടിറങ്ങിയിട്ടില്ല, കണ്ണു തുറന്നിട്ടില്ല. ഞാൻ ആ ബെഡിൽ തന്നെ കിടന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു ഏവന കഥയിൽ നിന്നു വന്ന ഇടയ കന്യകേ വയണ പൂത്ത വഴിയിലെന്ത് വെറുതെ ആ ലിറിക്സ് കംപ്ലീറ്റ് പല്ലവി കംപ്ലീറ്റ് ഫോണിലൂടെ പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ പറഞ്ഞു പല്ലവി കഴിഞ്ഞു, ഞാനങ്ങോട്ട് വരട്ടെ. അങ്ങനെയാണ്. അപ്പൊ അയാളൊരു എന്ന് പറഞ്ഞാല് അവരുടെ മ്യൂസിക്കലി ആണ് എന്തോ ഒരു നോട്ട് തന്നെയാണ്, എന്തോ ഒരു ഫ്രേസ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടിട്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. സംഗീതം അറിയാത്തതുകൊണ്ടിട്ട് അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. എന്തായാലും അങ്ങനെ ഉണ്ടായ പാട്ടാണ് തല്ലുപിടുത്തത്തിന്റെ. പക്ഷെ അയാള് ചരണത്തിൽ എന്നിട്ട് എൻ്റെ അടുത്ത് പണി തന്നു. ഈ വന്ന സമയം കൊണ്ട്
അയാള് എന്നെ ട്യൂൺ പാടുന്നതിന് മുമ്പ് പറഞ്ഞ് ചേട്ടന് ഇത്തിരി ടഫാണ്, തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണമെങ്കിൽ ഞാൻ മാറ്റിത്തരാം. അപ്പം എനിക്ക് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. ഓ ഞാൻ പറഞ്ഞു ഇല്ല താൻ പാട്. അതിൻ്റെ ചരണം ശ്രദ്ധിച്ചാലറിയാം. രാവിൻ താരത്താരി തരി തരി തന്ത, ചരണം കംപ്ലീറ്റ് ഒറ്റ ശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുമ്പോൾ ഒറ്റ സെന്റൻസ് അല്ലാതെ, ഒറ്റ സെന്റൻസ് ആണ് ആദ്യത്തെ ഒറ്റ ഫ്രേസ്. ഒരു സെന്റൻസ് വെച്ചിട്ട് എങ്ങനെ ഈ ഇത്രയും ഇതില് ഒരു സെന്റൻസ് എഴുതും? കോമയിട്ട് പോകാൻ പറ്റില്ല. ആ ചരണം ശ്രദ്ധിച്ചാൽ അറിയാം. അത് കംപ്ലീറ്റ് ആ ഒരു ഫസ്റ്റ് ഫ്രേസ് ഒറ്റ സെന്റൻസ് ആണ്. എനിക്കിട്ട് പണി തരാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയതാണ്. എന്തായാലും അങ്ങനെയുള്ള തമാശകളും വാശിയും വഴക്കും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും. നിങ്ങളുടെ പക്ഷേ കിടിലൻ കോംബോ ആണ് കേട്ടോ. ഇപ്പോഴും എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്നുണ്ട് സോങ്സ്.